കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ ഡിസംബർ 28-ന് വിധി പറയും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി വിധി പറയുന്നത്. 2019 ഫെബ്രുവരി 17-നായിരുന്നു കാസർഗോഡ് കല്യാട്ട് വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന കൃപേഷിനെയും ശരത് ലാലിനെയും അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയുമായ K മണികണ്ഠൻ, മുൻ പെരിയ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ, മുൻ പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി തുടങ്ങി 24 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. തുടക്കത്തിൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് CBI ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ CBI അന്വേഷണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം നിലനിർത്തുകയും ചെയ്തിരുന്നു. മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരനാണ് കേസിലെ ഒന്നാം പ്രതി. ഇയാൾ ഉൾപ്പെടെ 14 പേരെ ക്രൈംബ്രാഞ്ചും KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 10 പേരെ CBIയുമാണ് അറസ്റ്റ് ചെയ്തത്. കല്യോട്ട് വെച്ചാണ് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും അക്രമി സംഘം കൊലപ്പെടുത്തുന്നത്. ബൈക്കിൽ പോകുകയായിരുന്ന ഇരുവരെയും അക്രമി സംഘം വെട്ടിവീഴ്ത്തി. കൃപേഷ് സംഭവ സ്ഥലത്തു നിന്നും ശരത് ലാൽ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയും മരിച്ചു. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. CPM നേതാക്കളാണ് കേസിലെ പ്രതികൾ. ആകെ 24 പ്രതികളുള്ള കേസിൽ 270 സാക്ഷികളുണ്ടായിരുന്നു.